നമസ്കാരം, ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. 2024 ഏവർക്കും എങ്ങനെയുണ്ട് എന്നുള്ള എല്ലാവരുടെയും ആകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടരുകയാണ്. മേടം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ 2024 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് തുലാക്കൂറുകാരുടെ 2024 പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി, അതായത് 3-4 പാദങ്ങൾ, ചോതി വിശാഖത്തിന്റെ 1-2-3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7-ലും രാഹു 6-ലും ശനി 5-ലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. കേതു 12-ലുമാണ്. വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് തുലാക്കൂറുകാരുടെ 2024 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ദൃഷ്ടി ജന്മരാശിയിലേക്കും 3-ാം ഭാവത്തിലേക്കും 11-ാം ഭാവത്തിലേക്കും ഒക്കെ പതിക്കുന്ന സമയമാണ്. സാമ്പത്തികമായി വിജയം ലഭിക്കുന്ന ഒരു വർഷമാണ് 2024 എന്ന് തന്നെ പറയണം. പുതിയ ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ വർഷാരംഭത്തിൽ തന്നെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രവർത്തന മേഖലയിലൊക്കെ വിപുലീകരണം നടത്താൻ ആഗ്രഹിക്കുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമായൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടുപോകാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചിലപ്പോൾ അതൊക്കെ ഒന്ന് തടസ്സപ്പെടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലുമൊക്കെ അവരവരുടെ ചുമതലകളിൽ തുലാക്കൂറുകാർ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. നമുക്ക് തുലാക്കൂറുകാരുടെ ധനപരമായിട്ടുള്ള വർഷഫലത്തെ ആദ്യം ഒന്ന് പരിശോധിക്കാം. സാമ്പത്തികമായി നല്ല സമൃദ്ധമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2024. സാമ്പത്തിക സ്ഥിതി 2024 മെച്ചപ്പെടുന്നതാണ്. വർഷത്തിന്റെ ആരംഭം വളരെ സമൃദ്ധമായിട്ടുള്ള സാമ്പത്തിക വരവുണ്ടാകുന്നതാണ്. സർക്കാർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ അതിന്റെ നല്ല സമയമാണ് എന്ന് തന്നെ പറയണം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ തൊഴിൽ മേഖലയെ ഒന്ന് പരിശോധിക്കാം. തൊഴിൽപരമായിട്ട് നല്ല ഫലമാണ് പുതുവർഷത്തിൽ തുലാക്കൂറുകാരെ കാത്തിരിക്കുന്നത്. തടസ്സങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് തൊഴിലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ആർജവം തുലാക്കൂറുകാർ കാണിക്കുന്നതാണ്. അത് തൊഴിലിൽ മികച്ച നേട്ടങ്ങൾ തുലാക്കൂറുകാർക്ക് നൽകും. പുതിയ ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് നേടാനുള്ള സാഹചര്യമുണ്ട്. എന്തു തന്നെ ജോലിയായാലും അതിലൊക്കെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ തുലാക്കൂറുകാർക്ക് സാധിക്കും. മുതിർന്നവരുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ അനുഗ്രഹാശ്വസുകൾ തൊഴിലിൽ കിട്ടുന്നതാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തൊഴിൽപരമായി അല്പം വെല്ലുവിളികളൊക്കെ ഉണ്ടായേക്കാം. എന്നാലും അതിനെയൊക്കെ കരുതലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. ഈ സമയത്ത് ചിലപ്പോൾ ഒരു തൊഴിൽ മാറ്റത്തിനൊക്കെ നിങ്ങൾ ശ്രമിച്ചേക്കാം. മെയ് ജൂൺ മാസങ്ങളിലൊക്കെ സഹപ്രവർത്തകരുടെ ചില തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. സഹപ്രവർത്തകർ ശത്രുപക്ഷത്ത് ഉണ്ടാകുന്ന പക്ഷം ഈ സമയത്തൊക്കെ അവർ ചില ആസൂത്രണങ്ങളൊക്കെ നിങ്ങൾക്ക് എതിരായിട്ട് നടത്താം. അതൊക്കെ ഒന്ന് കരുതലെടുത്ത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. പിന്നീട് അങ്ങോട്ട് തൊഴിൽപരമായിട്ട് മെച്ചപ്പെട്ട സമയമാണ് എന്ന് തന്നെ പറയണം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ 2024 ആരോഗ്യപരമായിട്ടുള്ള ഫലത്തെ ഒന്ന് നോക്കാം. പുതുവർഷം തുലാക്കൂറുകാരെ സംബന്ധിച്ച് മിതമായിട്ടുള്ള ആരോഗ്യമായിരിക്കും. വർഷത്തിന്റെ തുടക്കം അനുകൂലമായിരിക്കും. രാഹു 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ തുലാക്കൂറുകാർക്ക് അവരുടെ സ്വന്തം നിരുത്തരവാദപരമായിട്ടുള്ള ദിനചര്യയിലൊക്കെ രോഗ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അസന്തുലിതമല്ലാത്ത ജീവിതശൈലിയിലൂടെ അസുഖങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഒന്ന് കരുതലെടുത്ത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. എന്നിരുന്നാലും അസുഖങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം സ്വയം സൃഷ്ടിക്കുന്നതുമാണ്. രക്തസമ്മർദ്ദമായിട്ടും ചർമ്മ സംബന്ധമായിട്ടും നേത്ര സംബന്ധമായിട്ടുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. കൂടാതെ ദഹനക്കുറവൊക്കെ ഉണ്ടാകാം. കേതു 12-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് യാത്രയിലും മറ്റും അശ്രദ്ധ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വീഴ്ചയും മറ്റും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ കുടുംബ ബന്ധങ്ങൾ 2024 എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ പുതുവർഷം തുലാക്കൂറുകാർക്ക് സൗമ്യമായിരിക്കും.
കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കുന്ന ഭാഗ്യ സമയമായിരിക്കും വർഷാരംഭം. സഹോദരങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുടുംബ ബന്ധത്തിൽ അല്പം പിരിമുറുക്കമൊക്കെ ഉണ്ടായേക്കാം. പിന്നീട് മെയ് മാസം മുതൽ അത് വീണ്ടും പഴയ രീതിയിലേക്ക് മെച്ചമായിട്ട് മാറുന്നതുമാണ്. കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ എല്ലാ പ്രവർത്തന മേഖലയിലും തുലാക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ബിസിനസ് ഒക്കെ പങ്കു കച്ചവടത്തിനുമൊക്കെ സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രചോദനവും സഹായ സഹകരണങ്ങളും ഒക്കെ തൊഴിലിൽ ഉയർച്ചകൾ നൽകിയേക്കാം. അതൊക്കെ സന്തോഷത്തിനും കാരണമാകും. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊന്ന് നോക്കാം. തുലാക്കൂറിന്റെ 5ാം ഭാവം എന്ന് പറയുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽ ശനിയുണ്ട്. അലസത തുലാക്കൂറുകാർക്ക് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വന്നു ചേരാം. എന്നാൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയും മറ്റും ഒട്ടൊന്ന് ശമനം ഉണ്ടാക്കിയേക്കാമെങ്കിലും അലസത കൈവെടിഞ്ഞ് കഠിന പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമേ തുലാക്കൂറുകാർക്ക് 2024 വിദ്യാർത്ഥികൾക്ക് നല്ല ഫലത്തെ ലഭിക്കുകയുള്ളൂ. കഠിനാധ്വാനം ചെയ്യുക, നല്ല വിജയം നേടാനായിട്ട് സാധിക്കും. 2024 തുലാക്കൂറുകാരെ സംബന്ധിച്ച് നല്ല ഫലങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 2024 എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.